അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏതായാലും പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 14-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അത് മറ്റൊന്നുമായിരുന്നില്ല. സുലൈഖയത പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സുന്ദര രൂപത്തിനെ എവിടുന്നാണ് ആരാണ് എന്നറിയുന്നില്ല. 3 പ്രാവശ്യം കിടന്നുറങ്ങി, എന്നിട്ടൊന്നും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ വാപ്പ മകളോട് പറഞ്ഞു, അത് മിസ്രിൻ്റെ അധിപനായ അഥവാ മൊറോക്കോ പട്ടണത്തിൻ്റെ അധിപനായ ആഫ്രിക്കയിലെ മൊറോക്കോ പട്ടണത്തിൻ്റെ അധിപനായ തൈമൂസ് രാജാവിൻ്റെ പുത്രി സുലൈഖ അതാ വീണ്ടും ഉറക്കിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വാപ്പ പറഞ്ഞു, മോളെ, ഈ സ്വപ്നത്തിൽ ആ സുന്ദര രൂപം വന്നാൽ ആരാണ് എവിടുന്നാണ് എന്ന് മോൾ അന്വേഷിക്കണം. എന്നാൽ മോൾക്ക് ഞാനത് തരപ്പെടുത്തി തരാം, മോളെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്ന് പറയുകയും അങ്ങനെ മോളതാ സാധാരണ പതിവ് പോലെ തൈമൂസ് രാജാവിൻ്റെ മകൾ സുലൈഖയത കിടന്നുറങ്ങുകയാണ്. ഈ സമയം താണ്ടി അയ്യറായി ബീവിയുറങ്ങു ഓതിൽ ഇന്നും പണ്ടേ കൗതുക കോലം മനാമിൽ തേറിട്ടവൾ കണ്ടേ മൊയ്യും രൂപം മാറിത്തെ ആനന്ദ കോലമേ പുന്നാര പൂമുഖം കാണും നേതോരു താനമേ. മൂന്നാമത് കിടന്നുറങ്ങിയപ്പോൾ പഴയതുപോലെ തന്നെ ആ സുന്ദര രൂപം സുലൈഖാൻ്റെ അടുക്കിലേക്ക് വന്നു. ഒരൊറ്റപ്പെടുത്തായിരുന്നു. സുലൈഖ പൊട്ടിച്ചിട്ട് ചോദിച്ചു, ആരാണ് മാണിക്കക്കല്ലേജ്? എവിടുന്നാണ് എൻ്റെ രാജ്യം എവിടെയാണ് എന്നിങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ സുന്ദര രൂപം സുലൈഖയോട് പറയുകയാണ്, മെയ്യോടാണേത്തുടൻ ഉന്നി ഞാൻ മിസ്ർ വാഴുന്നേ വീരപ്രജാപതിയാണ് വന്നെന്നെ തേടം നീ എന്നുത്തെ പോതിൽ കുമാരി ഞെട്ടിയുണർന്നാളെ ഇഷ്ക കടലോളം മാടി മോസ മാറിന്താളെ എന്നുത്തെ പോതിൽ കുമാരി ഞെട്ടിയുണർന്നാളെ ഇഷ്ക കല്ലോളം മടിത്ത് മോസ മാറിന്താളെ കന്നിയാളന്ന് പിതാവെ കൂഫി വിരുത്തും കണ്ടേ സ്വരൂപം മിസ്ർ രാജൻ അസീസ് എന്ന് കന്നിയാളന്ന് പിതാവെ കൂഫി വിരുത്തും കണ്ടേ സ്വരൂപം മിസ്ർ രാജൻ അസീസ് എന്ന്. അതെ, അവിടുന്ന് വാപ്പയുടെ അടുക്കിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നതിന് ശേഷം. എന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പാ, ഇന്ന് സ്വപ്നത്തിൽ എനിക്ക് ആരാണെന്ന് പിടിതന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുലൈഖ പറയുകയാണ്, മിസ്റിൻ്റെ രാജാവാണ്, മിസ്റിൻ്റെ അധിപനാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ മിസ്ർ വാഴുന്ന രാജാവാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് കേട്ട മാത്രയിൽ അവിടുന്നതാ തൈമൂസ് രാജൻ എല്ലാ ഒരുക്കങ്ങളും ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് റയ്യാൻ ബിൻ വലീദ് എന്നൊരു പേരുണ്ട്. മിസ്ർ ഭരിക്കുന്ന രാജാവിന് അസീസ് എന്ന് പേരുണ്ട്. അങ്ങനെ പല പേരുകളുമുണ്ടെങ്കിലും അദ്ദേഹം അവിടുത്തെ രാജാവാണ് താൻ സ്വപ്നത്തിൽ കാണുന്നതെന്നറിഞ്ഞപ്പോൾ ഇനി മോൾക്കൊരു പരിഹാരം, ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമുണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ തന്നെ തൈമൂസ് രാജാവ് എന്താണ് ചെയ്തതെന്നറിയണ്ടേ? ഉടനെ തന്നെ തൈമൂസ് രാജാവ് മിസ്റിലെ രാജാവായ അസീസിന് ഒരു കത്തെഴുതുകയാണ്. എന്തായിരുന്നു കത്തിലെ ഉള്ളടക്കമെന്ന് കവി തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അടക്കി മിസ്ർ വാഴും നേരപാലനെ അധിപൻ തൈമൂസ് കൂറിത്തിടുന്നേ പഠിപ്പും ജമാലിയത്താധികരിത്തേ മകളുണ്ടെനിക്കുണ്ടെന്നാരെ ശങ്കത്തെ മടവാൾ സുമുഖിലക്ഷണി പുഷ്പിത്ത് മണ്ണിൽ സിറില്ലായി കൊൽപ്പൊത്ത് വടിവ് പല രാജകുമാരർ കണ്ട് വരുന്ന വിവാഹത്തെ കൊതിച്ച് കൊണ്ട് വരുന്നെങ്കിലും രാജാവുമതേ വയ്യ മധുവാൾക്കൊരാളെയും കബൂലില്ലയ്യ. ഉടനെ തന്നെ തൈമൂസ് രാജാവ് മിസ്രിൻ്റെ അധിപനായ അസീസ് രാജാവ് അറിയുന്നതിന് വേണ്ടി
മൊറോക്കോ പട്ടണത്തിൻ്റെ അധിപനായ തൈമൂസ് കുറിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു എഴുത്ത്. എനിക്ക് സുന്ദരിയും സുമുഖിയുമായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയെങ്കിലും പല രാജാക്കന്മാരും പല പുതുമണവാളന്മാരും പല രാജകുമാരന്മാരും പല ഭാഗത്തു നിന്നും കല്യാണാന്വേഷണവുമായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആരെയും അവൾക്ക് കബൂലില്ലയ്യ, ആവരെയും അവൾക്ക് പറ്റുന്നില്ല. വിവാഹം മുടങ്ങിപ്പോവുകയാണ്. എത്ര രാജകുമാരന്മാർ വന്നാലും അവരെയൊക്കെ ഇവൾ മടക്കി അയക്കുകയാണ്. നിങ്ങളെയാണ് അവൾക്ക് പുതുമണവാളനാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് അവിടുന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് തൈമൂസ് രാജാവ് അതാ മിസ്റിൻ്റെ അധിപനായ അസീസ് രാജാവിനെ എഴുതിയെന്ന് മാത്രമല്ല, കുറി കണ്ടുടനുങ്ങളെ മാനസപ്പോള കൊഞ്ചനിൽ വേഗം അറിക്ക് ചേലാൽ. ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അസീസ് രാജാവിനെ അതാ മിസ്റിൻ്റെ അധിപനായ അസീസ് രാജാവിനെ തൈമൂസ് രാജാവ് ഒരു കത്തെഴുതി കൊടുത്തയച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ച ദൂതൻ്റെ മുഖേന ദൂതൻ്റെ അടുക്കൽ അതിന് മറുപടി കത്ത് കൊടുത്തയക്കണം വേഗം എന്ന് പറഞ്ഞുകൊണ്ട് അസീസ് രാജാവിന് തൈമൂസ് രാജാവ് കത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, അങ്ങനെ ചേർത്തിയതൈ ഭാഷം എഴുതിക്കൊണ്ട് ധീരൻ അസീസിൽ ഹത്തയക്കൈയുണ്ട് പാത്ത് അസീസ് വായന ചെയ്തിട്ട് മറുകായുധം വേഗം കുറിക്കപ്പെട്ട്. അങ്ങനെ പോസ്റ്റ്മേനത അസീസ് രാജാവിൻ്റെ അടുക്കൽ കത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പോസ്റ്റ്മേൻ ആ കത്ത് പൊട്ടിച്ച് വായിക്കുകയാണെന്ന് മാത്രമല്ല, കത്ത് കണ്ട് അസീസ് രാജാവ് ഞെട്ടിപ്പോയി. എന്ത്? ആഫ്രിക്കയിലെ മൊറോക്കോ പട്ടണത്തിൻ്റെ അധിപനായ തൈമൂസിൻ്റെ മകൾ, ആ മകളെ സ്വന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞെന്നു. എന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ഈ വിവാഹം വേഗം തന്നെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കത്തയക്കുകയാണ് എന്ന് മാത്രമല്ല, തീർത്ഥം ഞാനിലെ കൃപ കടലോളമായി ചിന്താമറിയുന്ന ദിനം പ്രേമമാൽ ഇന്ത്യ കുറി കണ്ട്